മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദമുണ്ട്. അവർ കോടതി നിയമിച്ച ആളുകളാണ്. അവരെ സത്യസന്ധമായി അവരുടെ ജോലി ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മതിക്കുന്നില്ല. ഞങ്ങളിത് ആദ്യം മുതലേ പറയുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കോടതി ശരിവെച്ചിട്ടുണ്ട്. ഇത് CPM നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി നടന്ന കൊള്ളയാണ്. അതുകൊണ്ടാണ് ഈ അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിന് ജയിലിൽ പോയ ആളുകളെ ഇപ്പോഴും MV ഗോവിന്ദനും പിണറായി വിജയനും സംരക്ഷിക്കുന്നത്. കേട്ടുകേൾവിയുണ്ടോ? അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട് ജയിലിൽ പോയി കിടക്കുന്നവർക്കെതിരെ ഒരു നടപടി ഇപ്പോഴും പാർട്ടി നേതാക്കളാണ്. ഞാൻ പറഞ്ഞത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഞങ്ങൾ പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, 2019 ഈ കൊള്ള നടന്നത് ഇവർക്കെല്ലാം അറിയാമായിരുന്നു, ജനങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. സാധാരണ കള്ളന്മാരെന്താ ചെയ്യുന്നത്? ഒരു പ്രാവശ്യം കട്ട് കഴിഞ്ഞാൽ അത് കുറേ നാളത്തേക്ക് ആരും അറിഞ്ഞില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? സാധാരണ രണ്ടാമതും കക്കാൻ പോകും, ഇല്ലേ? അതാണ് 2024 നടന്നത്. ഒന്നും കൂടി സ്വർണം പൂശാൻ ഒരാഗ്രഹം. അന്ന് ഇത് കോടതിയുടെ മുമ്പാകെ ഈ വിവരം വന്നില്ല, കോടതി ഇത് വെളിപ്പെട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പൻ്റെ തങ്ക വിഗ്രഹം വരെ ഇവന്മാരെ അടിച്ചു മാറ്റിയാണ് ഈ 2020. അപ്പോൾ കറക്റ്റല്ലേ? ഞങ്ങൾ പറഞ്ഞത് കറക്റ്റല്ലേ? രണ്ടാമത് 2024 വീണ്ടും കക്കാറിയതാണ്. അത് കോടതി അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ കട്ടളപ്പാളിയിലെ ശിവരൂപം മാത്രമല്ല, അയ്യപ്പൻ്റെ തങ്ക വിഗ്രഹവും പോയാണ്. കോടതി ഇത് ചെയ്തില്ല. അപ്പോൾ നിരന്തരമായി സീരീസ് ഓഫ് കളവാണ് നടന്നിരിക്കുന്നത്, അല്ലേ? പരമ്പരയാണ്, കളവിൻ്റെ പരമ്പരയാണ് അവിടെ നടന്നത്. അതെല്ലാം ഈ നേതാക്കൾ, ഈ CPM നേതാക്കന്മാരുടെ ആശീസ്സോടുകൂടിയാണ്, അവരുടെ അറിവോടുകൂടിയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് CPM നേതാക്കൾ അതും ഉണ്ടാകണം. കോടതിയുടെ നിയന്ത്രണത്തിലാണ് അവരുടെ അന്വേഷണം. ഒരു സമ്മർദ്ദത്തിനും വഴിപ്പെടാതെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഒരു സമ്മർദ്ദത്തിനും വഴിപ്പെടാതെ അവർ കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകണം നമ്മുടെ അഭ്യർത്ഥന. ഞങ്ങൾ ഈ നിമിഷം വരെ അവിശ്വാസമൊന്നും പറഞ്ഞിട്ടില്ല. വരട്ടെ, ഞങ്ങൾ നോക്കട്ടെ. ഇന്നലെ വരെ കോൺഗ്രസുകാർ അംഗീകരിക്കുന്നു, ഇന്ന് SIT തടയാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളെങ്ങനെ തടയണം? അത് പറയുന്നതായിട്ട് വല്ല പുലബന്ധം പോലും ഉണ്ട്. കണക്ഷൻ വിട്ടുപോയാണ് മാഷിൻ്റെ ഇതെല്ലാത്തിൻ്റെയും ചെന്ന് ഇത്രയും നേതാക്കന്മാർ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കണം കണ്ടപ്പോൾ കണക്ഷൻ വിട്ടുപോകുന്നു പറയുന്നതിൻ്റെ. മാഷൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. എന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? എന്താ അതിൻ്റെ ഉദ്ദേശം? SIT തടയണമെന്ന് ആര്? പ്രതിപക്ഷേ. എന്തൊരു കരുത്തുറ്റ പ്രതിപക്ഷമാണ് SIT പോലും